ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ഉത്സവിച്ചുകൊണ്ടിരിക്കുന്ന കുണ്ടന്നൂർ നിവാസികൾക്ക്, ഇവിടെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതർ, വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ഉത്സവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. രാവിലെ മുതൽ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ കുണ്ടന്നൂരിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു വന്ന് ഇക്കാലഘട്ടത്തിൽ മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പട്ടണത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നിരിക്കുന്നത്. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിലിറ്ററി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഈ ബോധവൽക്കരണ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുടനീളം നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നമ്മുടെ എക്സൈസ് പോലീസ്, അതുപോലെ തന്നെ ഭരണതലങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ, ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഇതിനെതിരെ ശക്തമായി ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായി ഇരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ കൈപ്പിടിയിൽ നിന്ന് ഒരു വസ്തു വഴുതി താഴെ വീണാൽ അത് തിരികെ എടുക്കാൻ കഴിയുന്ന നിലയിൽ വീണു പോകുന്നതുണ്ട്. എന്നാൽ ഒരു ആഴക്കുഴിയിലേക്ക് മനുഷ്യന് വീണ്ടും അത് തിരികെ എടുക്കുവാൻ കഴിയാത്ത നിലയിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് എന്നേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടബോധം ഉളവാക്കും. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മുടെ യുവതലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അതിനെ കുറിച്ച് ചിന്തിക്കുകയും നാം അതിനെ കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമുക്കറിയാം, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ സിരകളിൽ ചോര തിളയ്ക്കണം നമുക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. അതേ ഭാരതം നമുക്കൊരു അഭിമാനമാണ്, നമുക്കൊരു അഭിനിവേശമാണ്. നാം പാർക്കുന്ന ഈ രാജ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യമുടനീളം നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. അതിന്റെ ലഹരിയിൽ ഞാനും നിങ്ങളുമായി ഉയർന്നാൽ എന്താണ് യഥാർത്ഥമായ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ, മനുഷ്യന് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തിന് നേതൃത്വം നൽകിയ മനോഹരമായ അനുഗ്രഹീതമായ ഒരു ഭരണഘടന നമുക്ക് ലഭിക്കാനിടയായി ചെന്നു അംബേദ്കറുടെ നേതൃത്വത്തിൽ. എന്നാൽ ഒരിക്കൽ ഗാന്ധിജി ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് ലഭിച്ച ഭരണഘടന അതിമനോഹരമാണ്, പക്ഷേ അത് നിയമത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നവർ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചാണ് അതിന്റെ മനോഹാരിത നിലനിൽക്കുന്നത്. യാഥാർത്ഥ്യമല്ലേ പ്രിയ സ്നേഹിതരെ? ഇന്ന് കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം ഭവനത്തിനകത്തില്ല, മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യമില്ല, മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു, കുടുംബജീവിതം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ പടുകുഴിയിലൂടെ മനുഷ്യൻ ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിൽ മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ താളം തെറ്റിയ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അടിമുടി തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ വിപത്തിന്റെ കാരണം? നമുക്ക് വേണ്ടി ക്ഷീണം പരിശ്രമിക്കുന്ന പോലീസ് അധികാരികളുണ്ട്, നിയമപാലകരുണ്ട്, നിയമവ്യവസ്ഥിതികളുണ്ട്. ഇതെല്ലാം നമുക്ക് നിലവിൽ ഉള്ളപ്പോൾ തന്നെ നിയമത്തിന്റെ പിടിയിൽ നിന്നും വഴുതിപ്പോകുന്ന നിരവധി കുറ്റവാളികളുണ്ട്, ക്രിമിനലുകളുണ്ട്. പ്രത്യേകിച്ചായി കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ നിലയിൽ മയക്കുമരുന്ന് ലോബികൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വാഹകരായി അതിനടിക്കായി അനേകർ ജീവിതം നിലച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും അത് ചെറുവിരലെങ്കിലും അനക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ഏതൊക്കെയോ മായിക പ്രപഞ്ചത്തിൽ അകപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മ വിമുഖതയോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എനിക്കെന്താ എന്നുള്ള ലാഘവ ബുദ്ധിയോടെ നമ്മൾ വഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നിസ്സംഗതാ മനോഭാവം
യാഥാർത്ഥ്യം മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിനകത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളക്കരയിലുള്ള ഏകദേശം 400-ലധികം കോളേജുകളിൽ, സ്കൂളുകളിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നിഷേധിക്കാൻ കഴിയും? അതെ, കണക്കുകൾ അതാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ, ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത് അനിവാര്യമല്ലേ? പണ്ടുകാലത്ത് മനുഷ്യൻ കറക്കു എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചു. കാലഘട്ടങ്ങൾ മുൻപോട്ട് വന്നു. പുകയില ഉൽപ്പന്നങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിഞ്ഞു. കാലഘട്ടങ്ങൾ മുൻപോട്ട് വന്നു. കഞ്ചാവിന്റെ അടിമയായി മനുഷ്യൻ മാറി. അത് വാറ്റിയെടുത്ത് അതിന്റെ ലഹരി മനുഷ്യൻ നേർന്നുകൊണ്ടിരിക്കുന്നു. കാലഘട്ടങ്ങൾ മുൻപോട്ട് വന്നു. പുരോഗമന കാലഘട്ടത്തിലേക്ക് ആധുനികതയുടെ മടിത്തൊട്ടിൽ ചാഞ്ചാടിയ മനുഷ്യൻ ഇന്നത്തെ യുവതലമുറകൾ പുതിയ പുതിയ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇങ്ങനെ വിവിധ നിലകളിൽ ഇന്ന് നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും MDMA എന്ന് പറയുന്ന മാരകമായ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം. പ്രിയ സ്നേഹിതരെ, നമുക്ക് ഏതുമില്ലെന്നോ ഇത് കണ്ടിട്ട് നിസ്സംഗരായി മാറി നിൽക്കാൻ കഴിയുമോ? അല്പമെങ്കിലും സദാചാര ബോധമുണ്ടെങ്കിൽ, അല്പമെങ്കിലും സാമൂഹിക ബോധമുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ മതിയാകുള്ളൂ. പ്രിയ സ്നേഹിതരെ, നമ്മുടെ നാടിന്റെ സമാധാനം തകർച്ചുകളയുന്ന, ഉച്ചവിടും മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെതിരെ നമ്മൾ അക്ഷീണം പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ നാൽക്കവലകളിൽ ഞങ്ങളെപ്പോലുള്ളവർ വന്നു നിന്നുകൊണ്ട് കണ്ണക്ഷോഭം നടത്തുന്നത് എന്ന് ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. മാന്യ ശ്രോതാക്കളെ, അതിന്റെ ലക്ഷ്യമൊന്നേയുള്ളൂ. ഈ ലോകത്തിൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവന് വിമോചനം നൽകുവാൻ, അവന്റെ അസാൻമാർഗികതയിൽ നിന്ന്, അവന്റെ ജീവിതത്തിന്റെ വഴിപിഴച്ച ജീവിത ശൈലികളിൽ നിന്ന്, ശരീരങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിച്ചെടുക്കുവാൻ ഇഹലോകത്തിന്റെ ഇസങ്ങൾക്കോ ഇവിടെയുള്ള വ്യവസ്ഥിതികൾക്കോ ഇവിടെയുള്ള ആധ്യാത്മിക ആചാര്യന്മാർക്കോ അനുഷ്ഠാനങ്ങൾക്കോ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളത്, അഥവാ അവർ അത് കണ്ടാലും അതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ കഴിയാതെ അവർ വിമുഖതരായി മാറി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സമൂഹത്തെ കുറിച്ച്, നമ്മുടെ തലമുറയെ കുറിച്ച് ഞങ്ങൾക്കൊരു ആത്മഭാരമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥിതികളെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിന്തകൾക്കെതിരെ അല്പമെങ്കിലും പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ്. അതിന്റെ കാരണം, അതിന്റെ ചേതോ വികാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ, പാപത്തിന്റെ വഴികളിലൂടെ ചലിച്ചവരും ചിന്തിച്ചവരും അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചവരുമാണ്. എന്നാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന നിരവധി ചെറുപ്പക്കാർ ഞങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കാലഘട്ടത്തിൽ അടിമയായിരുന്നവരാണ്. എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന മാന്യ സഹോദരിമാർ, അമ്മച്ചിമാരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നും വരുത്തിയ വിപത്തുകൾ, അതിന്റെ വേദനകൾ, അതിന്റെ സങ്കടങ്ങൾ, അതിന്റെ മുറിവുകൾ ധാരാളമുണ്ട്. അതിന്റെ നിന്ന് മോചനം പ്രാപിച്ചതുകൊണ്ടാണ് അവരൊക്കെ അവരുടെ പ്രായം പോലും വകവയ്ക്കാതെ തെരുക്കോണുകളിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വിളിച്ചു പറയുവാൻ ഇടയേറ്റുന്നത്. സ്നേഹിതരെ, ഞങ്ങൾ കാതലായ വിഷയങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മനുഷ്യരെ ഈ വിപത്തിലേക്ക് കരം പിടിച്ചു നയിക്കുന്നത്? അറവുശാലയിലേക്ക് ഒരു മാടിനെ വലിച്ചിഴക്കുന്നത് പോലെ മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക് നമ്മുടെ സമൂഹത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അസാൻമാർഗികതയുണ്ട്. ഒരു പൈശാചിക ശക്തി ഇതിന് പിന്നിലുണ്ട്. ദുഷ്ടലാക്കോടുകൂടി സാമ്പത്തിക ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. എന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ, കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ വലവീശിക്കൊണ്ട് നിരവധി വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ മോചിപ്പിച്ചെടുക്കുവാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക്, സമൂഹത്തോട് കഴിയാതിരിക്കുമ്പോൾ, സ്നേഹിതരെ, കൊലക്കത്തിയുമായി നടക്കുന്നവന്റെ കരങ്ങളെ, അവന്റെ കരങ്ങളെ വിശുദ്ധമാക്കുവാൻ, അഥവാ ചോരക്കറ പുരണ്ട ഒരുവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ സത്യ സുവിശേഷം മാത്രമാണ്. കൊലപാതകികളെ, നരഭോജികളെ ഒക്കെ
നരാധമന്മാരായി ജീവിച്ചവരെ മനുഷ്യ സ്നേഹികളായി നല്ല മനുഷ്യരാക്കി മാറ്റിയ ഒരൊറ്റ സന്ദേശമേയുള്ളൂ. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന, ഞങ്ങൾ ഇവിടെ ലക്ഷ്യം കൂടാതെ ഈ പരസ്യ സ്ഥലത്ത് പ്രഘോഷിക്കുന്ന സത്യ സുവിശേഷം മാത്രമാണ്. എന്താണ് സുവിശേഷം എന്നല്ലേ നമുക്കറിയാം. ഗുഡ് ന്യൂസ് ആണ്, സത്യവാർത്തയാണ്, നല്ല സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത്. എങ്ങനെയെങ്കിൽ അനുദിന ജീവിതത്തിൽ വാർത്താമാധ്യമങ്ങളിലൂടെയും പത്രദ്വാര ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ നമുക്ക് സന്തോഷം പകരുന്നവയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേദനാജനകവും നമ്മെ നിരാശപ്പെടുത്തുന്നതും നമ്മളെ സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ നിരവധി വാർത്തകളാണ് അനുദിന ജീവിതത്തിൽ നമ്മൾ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാന്യശ്രോതാക്കളെ, കൊലപാതകമേറിക്കൊണ്ടിരിക്കുന്നു, ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പല സഹോദരിമാരും പല അമ്മമാരും കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പലതിന്റെയും പിന്നിലേക്ക് നമ്മൾ നിറങ്ങി ചിന്തിച്ചാൽ, നമ്മൾ നോക്കിയാൽ അതിന്റെ പിന്നിലെ വില്ലൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മദ്യമാകാം, ഒരുപക്ഷെ മയക്കുമരുന്നാകാം. മനുഷ്യത്വം മരവിച്ച് മൃഗത്തെക്കായാലും അതപ്പതിച്ച നിലയിൽ മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ, പ്രിയ സ്നേഹിത, കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം എന്നും മനുഷ്യന് ആശ്വാസം നൽകുന്നതാണ്, സമാധാനം നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. നഷ്ടപ്പെട്ട ജീവിതത്തെ മടക്കി തരുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം മാത്രമാണെന്ന് ഉച്ചസ്ഥരം ഇവിടെ വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. സ്നേഹിതരെ, എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. യേശുക്രിസ്തു വന്നത് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിൽ വന്നത്. അതിന് വിശുദ്ധ ബൈബിളിന്റെ ഒരു ഭാഷ പറഞ്ഞാൽ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെയാണ് മനുഷ്യപുത്രൻ അഥവാ ദൈവപുത്രനായ കർത്താവ് യേശു ഈ ലോകത്തിൽ വന്നത്. എന്താണ് പിശാചിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്? ഇവിടെ എന്റെ സമീപം നിൽക്കുന്ന സ്നേഹിതൻ ഒരു ബോർഡ് എന്റെ അടുക്കൽ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം പിടിച്ചിരിക്കുന്ന ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ആരോഗ്യം നൽകുന്നു എന്നുള്ളതാണ്. എന്റെ മുൻപിൽ ഇരിക്കുന്ന മറ്റൊരു സ്നേഹിതൻ പിടിച്ചിരിക്കുന്നു യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. മറ്റൊരാൾ പിടിച്ചിരിക്കുന്നു യേശുക്രിസ്തു നീതി നിർവഹിക്കുന്നു. മറ്റൊരാൾ പിടിച്ചിരിക്കുന്നു യേശുക്രിസ്തു സമാധാനം നൽകുന്നു എന്ന്. മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ എഴുതിയിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും നമുക്ക് വേണ്ട. മറ്റൊരാൾ പിടിച്ചിരിക്കുന്നു യേശുക്രിസ്തു മാറ്റമില്ലാത്ത സത്യദൈവമാണെന്ന്. പ്രിയ സ്നേഹിതരെ, ഈ സത്യത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്ന, അവനെ വഴിതിരിച്ചു വിടുന്ന, അവന്റെ ബുദ്ധിമണ്ഡലത്തെ, അവന്റെ ചിന്താമണ്ഡലത്തെ വ്യതിചലിച്ചു വിടുന്ന, അല്ലെങ്കിൽ അവനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മായിക പ്രപഞ്ചത്തിൽ അവനെ ഒതുക്കിയിട്ടുകൊണ്ട് ഇവിടെയുള്ള ലോക സുഖങ്ങളിൽ അവൻ ലഭിച്ച് മുൻപോട്ട് നീങ്ങി ജീവിതത്തെ തുണച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്നേഹിത, കർത്താവ് യേശുക്രിസ്തു വന്ന അതിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തു രക്ഷകനാണ്. എവിടെ നിന്ന് രക്ഷിപ്പാൻ ഈ ലോകത്തിൽ രക്ഷകൻ എന്ന് പറയുന്ന പേരിൽ അനവധി വ്യക്തികളുണ്ട്. എന്നാൽ യഥാർത്ഥ രക്ഷകൻ നിരവധി പേരില്ല. ഒരേ ഒരു രക്ഷകനേയുള്ളൂ. അത് മറ്റാരുമല്ല. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു പാപമോചനം നൽകുന്ന വ്യക്തിയാണ്. പ്രിയ സ്നേഹിത, പാപത്തിലേക്ക് വലിച്ചിഴക്കുന്ന പൈശാചികന്റെ കരകളെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു. അപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, എവിടെയാണ് പിശാച് ബന്ധിച്ചിരിക്കുന്ന കയറുകൾ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു വ്യക്തിയെ ബന്ധിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഞാൻ എന്റെ ഭാഷയിലൂടെ വിളിച്ചു പറയാം. അത് മറ്റൊന്നുമല്ല സ്നേഹിതരെ, മനുഷ്യനെ പാപത്തിന്റെ പടുകുഴിയിൽ
വലിച്ചു താഴ്ചിക്കൊണ്ട് അവന്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് ഒന്നുകൂടി പറഞ്ഞാൽ ദൈവമായ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന പിശാചിന്റെ പ്രവർത്തികളുണ്ട്. അത് മദ്യത്തിനും മയക്കുമരുന്നിനും ധാർമ്മികമായ അധപ്പതനത്തിലേക്കും ഹീനമായ നിഷ്ഠൂരമായ പാപപ്രവർത്തികളിലേക്ക് മനുഷ്യനെ വലിച്ചിഴച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അശാന്തി വിതറിക്കൊണ്ട് അസമാധാനം വിതറിക്കൊണ്ട് സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തിയുടെ ഹൃദയത്തിലും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നിയമത്തിനും നിയമപാലകർക്കുമൊക്കെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചികതയുണ്ട്, ഒരു അന്ധകാര ശക്തിയുണ്ട്. അതല്ലേ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തുവാൻ വേണ്ടി ലോബികൾ ഇതിന്റെ പിന്നിൽ ദുഷ്ടലാക്കോടെ അവർ യത്നിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതകൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മാതാപിതാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോകരുത്. അതെ, അതൊരു പാശമാണ്, അതൊരു കയറാണ്. നാശത്തിലേക്ക്, മരണത്തിലേക്ക്, തിന്മയിലേക്ക്, കടക്കണിയിലേക്ക്, അസമാധാനത്തിലേക്ക്, കുടുംബ തകർച്ചയിലേക്ക്, ഭാവിയുടെ മേൽ ഇരുൾ പരത്തുന്ന നിലയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇരുളിന്റെ അല്ലെങ്കിൽ ഒരു പൈശാചികമായ പാശമാണ്. പാശം എന്ന് പറഞ്ഞാൽ അർത്ഥക്കയറ്. അങ്ങനെയുള്ള കയറുകളെ കൊണ്ട് മനുഷ്യനെ ബന്ധിച്ച് അവനെ പാപത്തിന്റെ വടുകുടിയിലേക്ക് പിശാച് വലിച്ചിഴക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെയാണ്. പ്രിയ സ്നേഹിത, നിന്റെ കുടുംബത്തെ അസമാധാനം വരുത്തുന്ന പിശാചിന്റെ പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അതിനെ അഴിപ്പാൻ ഈ ലോകത്തിൽ മനുഷ്യരായി പിറന്നവരാരുമില്ലെന്നുള്ള കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. എവിടെയെല്ലാം പോയാലും എന്തെല്ലാം ചെയ്താലും ശരീരത്തെ ദണ്ഡിപ്പിച്ചാലും പോക്കറ്റിലെ പണം മുഴുവനും ബാങ്കിലെ പണം മുഴുവനും വസ്തുവകകളും സ്ഥാവര ജംഗമ വസ്തുക്കളും എഴുതി കൊടുത്താലും ഒന്നും മനുഷ്യന്റെ ജീവിതത്തിലെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇങ്ങനെയുള്ള ഹീനതകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു നിന്റെ കുടുംബത്തിന്റെ അകത്തെ നിന്റെ സ്വഭാവത്തിൽ തങ്ങളുടെ ജീവിതത്തെ ബന്ധിച്ച സകല പൈശാചിക ബന്ധനത്തിൽ മോചിപ്പിച്ച് നിത്യജീവൻ തരുവാൻ തക്കവണ്ണം ഒന്നുകൂടി പറഞ്ഞാൽ നിർജീവമായി കൊണ്ടിരിക്കുന്ന നിത്യം നരകത്തിന്റെ അവകാശികളായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ആ ചിന്തയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വരുവാൻ ഇടയെത്തുന്നത്. ഒന്നുകൂടെ ഞങ്ങൾ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം ആര് ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അവന് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. യേശുവിന്റെ നാമം ചൊല്ലി ആര് നിലവിളിക്കുന്നുവോ ആ യേശുവിന്റെ നാമം പൈശാചികതയിൽ നിന്ന്, തിന്മയുടെ ശക്തിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ നാമം ഇന്നും ഉയർന്നു നിൽക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. പ്രിയ സ്നേഹിതരെ, ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതം ശിഥിലമായിരിക്കുന്നുവോ? തകർന്നുടഞ്ഞ ജീവിതമാണോ? കുടുംബജീവിതം ശിഥിലമായോ? മക്കൾ വഴിപിഴച്ച ജീവിതത്തിന് അടിമയാണോ? നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പാപമംഗലമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവരെ മോചിപ്പിക്കുവാൻ താങ്കളുടെ സ്വന്തം കഴിവ് കൊണ്ടോ താങ്കളുടെ സ്വന്തമായി യാതൊരു പരിശ്രമങ്ങൾ കൊണ്ടോ കഴിയാതെ ഇരിക്കുമ്പോൾ മനുഷ്യനെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ ഈ ലോകത്തിൽ വന്ന ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. അത് യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടി? ഒന്ന് ഞാൻ പറഞ്ഞു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ കർത്താവ് യേശു ഈ ലോകത്തിൽ വന്നത്. പ്രിയ സ്നേഹിത, ഒന്നുകൂടി ഓർപ്പിക്കുന്നു, നിങ്ങൾ മദ്യത്തിന് അടിമയാണോ? മയക്കുമരുന്നിന് അടിമയാണോ? പാപത്തിന് അടിമയാണോ? നിങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ്, ഒരു രക്ഷകനാണ്, ഒരു വീണ്ടെടുപ്പുകാരനാണ് കർത്താവായ
യേശു ക്രിസ്തു. അത് ഞങ്ങളിവിടെ ഉറക്കെ വിളിച്ചു പറയാണ്. ഇനിയും യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടി? നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയ സ്നേഹിതരെ, ഇവിടെ ലോകത്തിൽ പല മനുഷ്യരും സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മയക്കുമരുന്നിന് അടിമയാകുന്നു, മദ്യഷാപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് മനുഷ്യൻ കടന്നുപോയി മദ്യത്തിനടിമയായി അവൻ സമാധാനം നേടുകയാണ്. അല്ലെങ്കിൽ ഒരു പെൺകടിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു മയക്കുമരുന്ന് അടിമയായാൽ അവന് ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും, സമാധാനം പ്രാപിക്കാൻ കഴിയും എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇലക്ട്രോണിക് സിഗരറ്റുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. യൗട്ടോ എന്ന് പറയുന്ന ഒരു സിഗരറ്റ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നറിയില്ല. നമ്മുടെ യുവാക്കളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും അതിനടിമകളാണ്. 1500 മുതൽ 2000 വരെ പാഫെടുക്കാൻ കഴിയുന്ന നിലകളിലുള്ള യൗട്ടോ എന്ന് പറയുന്ന ഒരു സിഗരറ്റ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രിയ സ്നേഹിതരെ, ഇതിൽ നിന്ന് നമുക്ക് മോചനം തരുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം, ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. താങ്കളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിന് വേണ്ടി മദ്യഷാപ്പിലേക്ക് പോകണ്ട, സമാധാനത്തിന് വേണ്ടി മയക്കുമരുന്നിലേക്ക് പോകണ്ട. ഞങ്ങളിവിടെ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ അടുത്ത് വരുമോ? നിങ്ങളുടെ തകർന്നുപോയ ജീവിതത്തെ പുതുക്കി പണിയുവാൻ ആരെ കൊണ്ടും കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ ഇവിടെയുള്ള കൗൺസിലർമാരെ കൊണ്ടോ, ഇവിടെയുള്ള മതപുരോഹിതന്മാരെ കൊണ്ടോ, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റേതെങ്കിലും വ്യവസ്ഥിതികൾ കൊണ്ടോ ഇണക്കി ചേർക്കുവാൻ, വിളക്കി ചേർക്കുവാൻ കഴിയാത്ത നിലയിൽ കുടുംബം ശിഥിലമായെങ്കിൽ, കുടുംബ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം നൽകുവാനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയിൽ ചെന്നത്. ഞങ്ങളെ കേൾക്കുന്ന ഭാര്യ സ്വതാവേ, സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെങ്കിൽ യേശു ക്രിസ്തു വന്നത് നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണം. ഇടയച്ചെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? അടുത്തത് ഞാൻ ഓർപ്പിക്കുന്നു, മനുഷ്യന് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യേശു നമുക്ക് നൽകുന്നത്? മറ്റൊന്നുമല്ല. ഒന്നാമത്തെ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാൻ എവിടെ പോയാൽ പാപമോചനം ലഭിക്കും. മനുഷ്യൻ അതിനു വേണ്ടി വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അവൻ വിവിധ മാർഗങ്ങൾ തേടുകയാണ്. വിവിധ വ്യക്തികളെ അവൻ ആശ്രയിക്കുകയാണ് പാപമോചനത്തിന് വേണ്ടി. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, പാപമോചനത്തിന് നിരവധി അനവധി മാർഗങ്ങളില്ല. പാപമോചനം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സംഭാവനയല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ സംഭാവനയല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരുടെയും സംഭാവനയല്ല. സമാധാനം എന്നുള്ളത് പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാത്തവൻ ഏഴ് പാപമെങ്കിലുമായ ജീവിത സാഹചര്യത്തിൽ നിന്നും അവന് രക്ഷപ്പെടുവാൻ കഴിയില്ല. പ്രിയ സ്നേഹിതരെ, ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ വിരമിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അടിമ കച്ചവടം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു സംഭവമാണ്. ഒരു യവനയുക്തയായ ഒരടിമ പെൺകുട്ടി, ആ പെൺകുട്ടി അടിമച്ചങ്ങലയിൽ, അവൾ അടിമച്ചന്തയിൽ വിലപേശി നിൽക്കുകയാണ്. നിരവധി അനവധി വ്യക്തികൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിവിധ നിലകളിലുള്ള വിലപേശലുകൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അടിമച്ചന്തയിൽ ആ യൗവനയുക്തയായ പെൺകുട്ടി വിലപേശി
നിൽക്കുമ്പോൾ വളരെ ലജ്ജിതയായി, നിന്ദിതയായി, സങ്കടത്തോടെ, കണ്ണുനീരോടെ തലകുമ്പിട്ട പെൺകുട്ടി അവിടെ നിൽക്കുന്ന സന്ദർഭം അത് കണ്ടുകൊണ്ട് വളരെ ധനാഢ്യനായ ഒരു മനുഷ്യൻ അതുവഴി കടന്നു വരുവാനിടയായി തീർന്നു. ആ മനുഷ്യൻ കുറെ സമയം ആ അടിമച്ചന്തയിൽ നടക്കുന്ന ലേലത്തെക്കുറിച്ചും വിലപേശലും അവിടെ നിൽക്കുന്ന നിസ്സഹായരും നിസ്സംഗരുമായ ആ അടിമകളുടെ മുഖഭാവം കണ്ട്, തേങ്ങൽ കണ്ട്, നെടുവീർപ്പ് കണ്ടുകൊണ്ട് അദ്ദേഹം കുറെ സമയം മാറി നിന്നു. ആ പെൺകുട്ടിയുടെ യജമാനൻ അവൾക്ക് വലിയൊരു വില പേശിയതിനാൽ ആ പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങുവാൻ പലർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഒരു ഈ ധനാഢ്യനായ മനുഷ്യൻ ആ പെൺകുട്ടിയുടെ യജമാനന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഈ പെൺകുട്ടിയെ വിലക്കുവാനുള്ളതാണോ? ഈ അടിമ പെൺകുട്ടിയുടെ വില എത്രയാണ് എന്ന് അദ്ദേഹം ചോദിച്ച സമയത്ത് നിരാലംബയായി, നിരാശാഭരിതയായി, നമ്മുടെ ശിരസ്കയായി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ആ വേദന നിറഞ്ഞ കണ്ണുനീർ തൂകുന്ന ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവളുടെ വില എത്രയും പറയൂ. ആ മനുഷ്യൻ ഭീമമായ ഒരു വിലയാണ് അടിമ പെൺകുട്ടിക്ക് വിലയിടുവാനിടയായി ചേർന്നത്. ആ പറഞ്ഞ തുക അല്പം പോലും വിലപേശാതെ ആ പെൺകുട്ടിയുടെ വില കൊടുത്ത് ആ ധനാഢ്യനായ മനുഷ്യൻ അവളെ വിലയ്ക്ക് വാങ്ങിയതിനു ശേഷം ആ ധനാഢ്യനായ മനുഷ്യൻ ഇങ്ങനെ പെൺകുട്ടിയോട് പറഞ്ഞു, ഇനി നീ അടിമയല്ല, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ എവിടെയും നിനക്ക് പോകാം, എവിടെയും നിനക്ക് ജീവിക്കാം, പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇനി നീ അടിമയല്ല, നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരിയായ അടിമ പെൺകുട്ടിയെ മോചിപ്പിക്കുവാനായി ചേർന്നു. സ്നേഹിതരെ, നിങ്ങൾ ആ വസ്തുത ഒന്ന് ശ്രദ്ധിക്കണമേ. സ്വതന്ത്രയായി അവളെ മോചിപ്പിച്ചു. ആ യജമാനൻ പറഞ്ഞു, ഇനിയും നീ അടിമയല്ല, നിനക്ക് സമൂഹത്തിലെവിടെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. ആരും നീ അടിമയാക്കാൻ വരികയില്ല. ആ മനുഷ്യന്റെ കാലിലേക്ക് ആ പെൺകുട്ടി വീണിട്ട് ഇങ്ങനെ പറഞ്ഞു, യജമാനനെ ഇനിയും മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. എനിക്ക് യജമാനനാണ്. ഇനി ഈ ലോകത്തെ മറ്റൊരു സ്ഥലത്തും എനിക്ക് പോകേണ്ടതില്ല. എനിക്ക് വില കൊടുക്കുവാൻ എന്നെ മോചിപ്പിച്ച ഒരു വിമോചകൻ എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ പക്കൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും എനിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയെ വിട്ട് മറ്റൊരിടത്തും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ആ പെൺകുട്ടി അവളുടെ പുതിയ യജമാനനോട് പറയുവാനിടയായിട്ടുള്ളത്. മാന്യ ശ്രോതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ആ പെൺകുട്ടി അവൾ സ്വതന്ത്രയായി പോയി. പക്ഷേ അവൾ പറയുന്നു, എന്നെ മോചിപ്പിച്ച, എനിക്ക് സ്വാതന്ത്ര്യം നൽകിയ ഈ യജമാനനെ വിട്ടുപോയാൽ ഇനിയും ഈ സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് യജമാനനെ അങ്ങേ വേണ്ട ജീവിതം എനിക്ക് വേണ്ട. ഈ ജീവിതത്തിൽ അങ്ങയുടെ ഒരു അടിമയായി എനിക്ക് ഈ സ്വാതന്ത്ര്യം അങ്ങയുടെ അടികൾ മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങേ വിട്ടു പോകില്ല. നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, അസാധാരണതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകരയുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം, നിത്യമായ സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ലഭിച്ചാൽ മറ്റൊരു ചങ്ങലയ്ക്കും നമ്മളെ ബന്ധിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതിന്റെ ആശയം പാപത്തിന്റെ ചങ്ങലകൾക്കോ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കോ ഈ ലോകത്തിന്റെ വ്യവസ്ഥകൾക്കോ നമ്മളെ ബന്ധിക്കുവാൻ കഴിയാതെ വണ്ണം യേശു ക്രിസ്തുവിലൂടെയുള്ള സാക്ഷാൽ മോചനം നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് അതിന്റെ പേരിൽ നിരവധി വ്യക്തികൾ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. നമുക്കറിയാം, എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അടിമകളുടെ ഒരു വിമോചകൻ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ അടിമകളുടെ വിമോചകൻ എന്ന് പറഞ്ഞെങ്കിൽ ആ മനുഷ്യനെ സ്വന്തം ശരീരത്തിൽ വെടിയുണ്ടയപ്പെടഞ്ഞു വീഴുമ്പോൾ അവർ നാടകശാലയിലിരുന്ന ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർമ്മനായ ഒരു നാടകനാടൻ അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തി. എന്ന് പറയുന്ന ആ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ട എബ്രഹാം ലിങ്കൻ തന്റെ അടുത്ത കസേരയിലിരുന്ന ഒരു പെൺകുട്ടിയുടെ മടിയിലേക്കാണ് വെടിവെച്ച് വീണത്. അവിടെ കിടന്നുകൊണ്ട് ചോര മരിച്ചു. 15 വ്യാസമുള്ള ഒരു കൈലേശ കഷ്ണം, ഒരു കർച്ചീഫ് ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കൈലേശം കൊണ്ട് എബ്രഹാം ലിങ്കന്റെ മുറിവിൽ പൊത്തിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞതിന് ശേഷം ചോരമുള്ള കൈലേശമായി ആ പെൺകുട്ടി ഇല്ലിനോയ്സിലുള്ള അധികാരിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അടിമകൾക്ക് വിമോചനം നൽകുക. ചോരമുള്ള വസ്ത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിച്ചു. ഇന്നും അമേരിക്കയിലെ എബ്രഹാം ലിങ്കന്റെ ചോരമുള്ള കൈലേശ് അദ്ദേഹത്തിന്റെ ശവമടക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് 18 വ്യാസമുള്ള ചോരവരവരുടെ കൈലേശം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, അടിമകളുടെ വിമോചനത്തിനെതിരായ അത് എബ്രഹാം ലിങ്കൻ കരുത്ത നിറക്കാരന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോഥാ മലമുകളിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സകല മാനവവർഗത്തിന്റെയും കരുത്തവനോ വെളുത്തവനോ വ്യത്യാസമില്ലാതെ സകല മാനവവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിതനായി ആ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് അനുഭവിക്കുന്നവനാണ് എന്നോട് ചേർന്ന് ലജ്ജ കൂടാതെ ഈ തിരക്കോടിൽ നിന്നുകൊണ്ട് ഈ പട്ടണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. സ്നേഹിതരെ, നിങ്ങൾക്ക് മോചനം തരുവാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. പാപത്തിന് മോചനം നൽകുവാൻ, പിശാചിന്റെ അടിമത്തിന് മോചനം നൽകുവാൻ, ഏറ്റവും ഒടുവിലായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നിത്യജീവൻ തരുവാൻ. ഈ ലോകത്തിൽ മനുഷ്യർക്കും നിത്യജീവനില്ല. ജീവികളാണ്. ഇവിടെ ആരുമില്ല. നിത്യമായി വാസം ചെയ്യുന്ന ആരും ഇവിടെയില്ല. 70 ഇത്രയുള്ള മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യന് നിത്യജീവൻ തരുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം. ഇഹലോകത്തിലായിരുന്നപ്പോൾ മശിഹാ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതേ സ്നേഹിതരെ, നിത്യജീവൻ തരുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു നിത്യജീവനായി ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത് കൊണ്ട് യേശു രക്ഷകനും ഗുരുവും വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ആ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. ആകയാൽ ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പരമമായ ലക്ഷ്യം ഒന്ന്, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണമാണ്. 2, അതിന് മോചനം നൽകുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം ഇവിടെ വിളിച്ചു പറയുക എന്നുള്ളതാണ്. കേവലം ഇതൊരു
ഒരു മതപ്രചരണമോ അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് നിങ്ങളെ ചേർക്കുവാനുള്ള ഒരു ഭാഗമായിട്ടല്ല ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. മതം മാറ്റമോ അല്ലെങ്കിൽ പേരുമാറ്റമോ ഇതൊന്നുമല്ല ഇവിടെ പ്രധാനം. മനുഷ്യൻ മനുഷ്യനായി മാറേണ്ടതുണ്ട്. മനുഷ്യനാകണമെങ്കിൽ മനുഷ്യൻ വിവേകബോധമുള്ളവനാകണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിശേഷബുദ്ധിയുള്ളവനാ, ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിവുള്ളവനാ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു നമുക്ക് മനുഷ്യനായി തീരാൻ, മനുഷ്യനായി ജീവിക്കാനുള്ള ആ വിശേഷമായ ജ്ഞാനവും കൃപയുമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ: യേശുക്രിസ്തു പാപവിമോചകൻ, യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു രോഗസൗഖ്യദായകൻ, യേശുക്രിസ്തു നമുക്ക് സമാധാനദായകൻ, യേശുക്രിസ്തു നിത്യജീവൻ തരുവാൻ കഴിയുന്നവൻ, യേശുക്രിസ്തു നിത്യമായി മോക്ഷം നൽകാൻ കഴിയുന്നവനാണ്. ആകയാൽ ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ ഇതുവരെ സ്വന്തരക്ഷിതമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ പാപമംഗലമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രിയ സ്നേഹിതര, ക്രൂശിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ക്രൂശിക്കപ്പെട്ടവനായ യേശു നിങ്ങളെ മാറ്റി വിളിക്കുകയാണ്. ഹേ സ്നേഹിത, പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ പാപവഴികളെ വെടിഞ്ഞുകൊണ്ട് നീ എന്റെ അടുക്കലേക്ക് കടന്നു വരുമോ എന്ന് യേശു നമ്മോട് ചോദിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന മനുഷ്യതാക്കളെ, നിങ്ങൾ പാപത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ തിന്മയുടെയോ അടിമത്തത്തിലാണെങ്കിൽ യേശുക്രിസ്തുവിനുള്ള മോചനം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയുമോ? മാനവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഗോൽഗോഥാ മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പച്ചമര കുരിശിന്മേൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും ഗുരുവായി സ്വീകരിക്കാൻ കഴിയുമോ? ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. ക്രൂശിലേക്ക്, ക്രൂശിന്റെ സന്ദേശത്തിലേക്ക്, ക്രൂശിലൂടെ പരകമായ യാഗമായി തീർന്ന യേശുക്രിസ്തുവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ നിങ്ങളെ ശ്രമിച്ച എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. വളരെ നല്ലൊരു സന്ദേശം നാം കേൾക്കുവാനായി തുടർന്ന് ഒരു ഗാനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി നമ്മുടെ കൂടെയുള്ള നിറ്റാമോളെ ക്ഷണിക്കുന്നു.